നമസ്കാരം. ആൻസർ പ്ലീസ് വിത്ത് DDയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. സ്വാഗതം സർ. ഞാൻ ആദ്യം ഇന്റർവ്യൂ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയിലാണ്. മികച്ചൊരു പരിഭാഷയായിരുന്നു അത് യഥാർത്ഥത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു, അതോ ആക്സിഡന്റലി പെട്ടെന്ന് പരിഭാഷകനായി മാറേണ്ടി വന്നു? ഇല്ല, എന്നെ DCC പ്രസിഡന്റ് കുറച്ച് സമയം മുമ്പാണ് വിളിച്ചത്. സാധാരണ പരിഭാഷപ്പെടുത്തുന്ന ജ്യോതി ഉണ്ട്, ജ്യോതി വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഷാഫി ഇല്ലേന്ന് ചോദിച്ചു. ഷാഫി ഇല്ല. അപ്പം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റേജിൽ വന്നിട്ടും നമ്മുടെ അബ്ദുൾ റഷീദ് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയോട്, അദ്ദേഹം അഭിഭാഷകനാണ്, നല്ല പ്രാസിംഗനാണ്, നല്ല സൗണ്ടാണ്, റഷീദിനോട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്കും സൗണ്ട് ഇല്ലായിരുന്നു. എന്നാലും ഞാൻ സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും പ്രസംഗം ട്രാൻസ്ലേറ്റ്, പിന്നെ വേറെ യങ്സ്റ്റേഴ്സ് ആർ ദെയർ, ദാറ്റ് ഈസ് വൈ. ഏതായാലും എനിക്ക് തൃപ്തി വന്നിട്ടില്ല. പക്ഷെ നന്നായിരുന്നു. അപ്പൊ അത് അപ്പൊ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ പ്ലാൻ ചെയ്തു. ഞാനത് ആ പരിഭാഷ കണ്ടപ്പോ തന്നെ അപ്പൊ പ്ലാൻ ചെയ്ത രാഹുൽജിയുടെ അടുത്താണല്ലോ ഞാനിരുന്നത്. അപ്പൊ ഞാൻ ആ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ പ്രസംഗത്തിന്റെ നോട്ട് എനിക്ക് വായിക്കാൻ തന്നു. എന്നാലും ചിലത് കേൾക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വേണം. അതാ പുള്ളി മൈക്ക് എവിടെയാന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ചോദിച്ച്. അപ്പൊ മൈക്ക് ഇങ്ങനെ സൈഡ് ആയിരുന്നുകൊണ്ട് എനിക്ക് ചില ആസ്പെക്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും പരിഭാഷ പൊതുവെ ആവേശകരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ അഭിമുഖം. ഇൻസ്പൈറ്റ് ഓഫ് മൈ സൗണ്ട് പ്രോബ്ലം അല്ലെങ്കിൽ നന്നായി. ഈ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. അതായത് അസംബ്ലിയിൽ ഒരു MLA എന്നുള്ള നിലയിൽ അങ്ങ് പലകുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, KPCCയുടെ ഭാരവാഹി എന്നുള്ള നിലയിലൊക്കെ നേരിട്ടുണ്ട്. ഇതൊരു വലിയ ടാസ്ക് അല്ലേ? കാരണം KPCC അധ്യക്ഷൻ ഭരണത്തിലേക്ക് UDF-നെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാളാണ്. അതൊരു വലിയ ടാസ്ക് അല്ല, ഞാൻ വിചാരിച്ചേക്കാൾ ഈസി ടാസ്ക്കാണ്. കാരണം നല്ല ടീം വർക്കിലാണ് കോൺഗ്രസും UDF-ഉം പോകുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലിയ മുന്നൊരുക്കം വേണ്ടതും ഇതിനേക്കാൾ നേതൃത്വത്തിന്റെ ഇടപെടൽ വേണ്ടതുമായ 25,000 സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്ത് ജയിക്കേണ്ടിടത്ത് അനായാസേന ജയിക്കാൻ സാധിച്ച രാഷ്ട്രീയ സാഹചര്യം നിൽക്കുകയാണ്. ഞാൻ KPCC പ്രസിഡന്റായ ആദ്യത്തെ പിറ്റേ ദിവസം തന്നെ ചാർജ് എടുത്തിട്ട് നേരെ ഡൽഹി പോയി ഖാർഗെജിയും രാഹുൽജിയായിട്ട് ഞങ്ങളൊരു സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് പേഴ്സണൽ അല്ല, ടീമാണ്. ടീം KPCC, ടീം UDF, ഇത് രണ്ടും നന്നായിട്ട് പോകുന്നു. അതാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മൾ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിലമ്പൂർ ഇലക്ഷൻ അങ്ങ് അവിടെ ക്യാമ്പ് ചെയ്ത് വിജയിപ്പിച്ചതാണ്. ഞാൻ അവിടെ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്നുകൊണ്ട് അറിയാം. ഒരുപക്ഷെ KPCC പ്രസിഡന്റ് അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ റോളിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സാധിക്കുന്നുണ്ടോ? കാരണം അങ്ങൊരു കാൻഡിഡേറ്റ് കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും കണ്ണെത്തുന്നുണ്ടോ? ബൈ ഇലക്ഷന് ചെയ്യുന്ന പോലെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാൻ കഴിയില്ല, എല്ലാ നിയോജകമണ്ഡലം പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തർ അവരവരുടെ കേസ് ഏറ്റെടുക്കുന്നു. മത്സരിക്കാത്ത സ്ഥാനാർത്ഥികൾ അവർ ജനറലായിട്ട് പോകുന്നു. ഞാനങ്ങനെ ജനറലായിട്ട് പോകാനോ ഓരോ മണ്ഡലത്തിൻ്റെ, എന്നാൽ എല്ലാവരും എന്നെ ഫോണിൽ വിളിക്കും. അത്യാവശ്യം വേണ്ട നോമിനേഷന്റെ സമയത്ത് വന്നപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഫോണിലൂടെ KC മണ്ഡലോട്ട് വിട്ടു, പ്രതിപക്ഷ നേതാവോട്ട് വിട്ടു, രമേശിനോട് വിട്ടു, എല്ലാം അത് സെറ്റിൽ ചെയ്തു. ഞാനും ജലസരത്തിനെ വിട്ടു, അടൂർ ഭാഷനെ വിട്ടു, അങ്ങനെ സെറ്റിൽ ചെയ്ത് പോവുകയാണ്. സീനിയർ ലീഡേഴ്സ് എല്ലാവരും അതിൻ്റെ ടീമായിട്ട്. ദീപാദാസ് മുൻഷി ഇവിടെ ഇൻ ടോട്ടൽ ഉണ്ട്. ഒരു കേരളീയ നേതാവിനേക്കാൾ സജീവമായിട്ട് ഷീസ് ഹിയർ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് സഹായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.